ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തിൽ വെള്ളം വീഴ്ത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പഠിച്ച പടി 18 നോക്കിയിട്ടും ഒരു ചുക്കും നടന്നില്ല. റഷ്യൻ എണ്ണ വാങ്ങിയാൽ തീരുവ ചുമത്തി ശ്വാസം മുട്ടിച്ച് കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും റഷ്യയും ഇന്ത്യയും മികച്ച സുഹൃത്തുക്കളായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് കണ്ടത്. ഇപ്പോഴിതാ ഇന്ത്യ റഷ്യ സൗഹൃദത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഈ വർഷാവസാനം മോദിയുമായി കൂടിക്കാഴ്ച നടത്താനായി ഇന്ത്യ സന്ദർശിക്കുന്ന പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനായിട്ടാണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും മറ്റൊരു കാര്യം കൂടി ഇവിടെ ഇരു രാജ്യങ്ങളുടെ നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് പുടിൻ ഇവിടെ വരുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികളെ ലക്ഷ്യമിട്ടിട്ടാണ് എന്നാണ് മറ്റൊരു വാർത്ത. റഷ്യയും ഇന്ത്യയുമായിട്ട് ഒരു പ്രധാന തൊഴിലാളി സഞ്ചാര ഉടമ്പടി മൊബിലിറ്റി പാക്ട് ഉടൻ നിലവിൽ വരാൻ സാധ്യതയുണ്ടെന്നും 2025 അവസാനത്തോടെ 70,000-ലധികം ഇന്ത്യൻ പൗരന്മാർക്ക് റഷ്യയിലെ വിവിധ വ്യാവസായിക മേഖലകളിലേക്ക് തൊഴിലവസരം നൽകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ, വസ്ത്രം, ഇലക്ട്രോണിക്സ്, മെഷീനറി മേഖലകളിലായിരിക്കും ആദ്യഘട്ട നിയമനം. യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ പല മേഖലകളിലും തൊഴിലാളി ക്ഷാമം അതിരൂക്ഷമാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ പല കമ്പനികളും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. പല മേഖലകളിൽ നിന്നും തൊഴിലാളികളെ യുദ്ധമുഖത്തിലേക്ക് അയച്ചതും സൈനിക സേവനത്തിന് ലഭിക്കുന്ന ഉയർന്ന വേതനം പലരെ ആകർഷിച്ചതുമാണ് റഷ്യയെ തൊഴിലാളി ക്ഷാമത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തൊഴിൽ നൈപുണ്യത്തിന് പേരുകേട്ട മാനവ വിഭവ ശേഷിയുള്ള ഇന്ത്യയിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് ശേഷിയുള്ള ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് സജീവമാക്കാനുള്ള റഷ്യയുടെ ശ്രമം. റഷ്യയുടെ തൊഴിൽ മന്ത്രാലയം 2025 അവസാനത്തോടെ ഇന്ത്യൻ പൗരന്മാർക്കായി മാത്രം ഏകദേശം 71,817 തസ്തികകളുടെ ക്വാട്ട മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് വികസിപ്പിക്കുന്നതിനെ പറ്റിയും പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയതിനു ശേഷം ചർച്ചകൾ ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നു. പരമ്പരാഗതമായി ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി ഇന്ത്യ ഒരു ആഗോള മാൻ പവർ കയറ്റുമതി രാജ്യമായി മാറുന്നതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഇത് എന്നാണ് വിശകലന വിദഗ്ധർ ഈ നീക്കത്തെ കാണുന്നത്. ഇത് ഇന്ത്യയുടെ വളരുന്ന സാമ്പത്തിക ശേഷിയുടെയും തൊഴിൽ ശക്തിയുടെയും ഗുണമേന്മയും പ്രതിഫലിപ്പിക്കുന്നു എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ തൊഴിലാളികളെ മാത്രം നൽകുന്ന രാജ്യം എന്നൊരു ചീത്തപ്പേരിൽ നിന്ന് മാറി വമ്പൻ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആഗോള പങ്കാളിയായി മാറുന്നതിന്റെ സൂചന കൂടിയാണിത്. തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന റഷ്യക്ക് നൈപുണ്യമുള്ള പ്രൊഫഷണലുകളെ നൽകിക്കൊണ്ട് ദശാബ്ദങ്ങളായി സുഹൃത്തായിരിക്കുന്ന റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക കൂടിയാണ് ഇന്ത്യ ഇതിലൂടെ. ഈ വാർത്ത വിദൂരമായിട്ടുള്ള റഷ്യയിലെ തൊഴിലവസരത്തെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യയുടെ തൊഴിലാളികളെയും പ്രൊഫഷണലുകളെയും മറ്റു രാജ്യങ്ങൾ ലോകോത്തര നിലവാരത്തിലാണ് കാണുന്നത് എന്നതിനുള്ള തെളിവ് കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.